എല്ലാ ദിവസവും ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ, നിങ്ങളുടെ ട്രേഡിംഗ് ടൈം കഴിഞ്ഞാൽ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ആ ട്രേഡിൽ നിങ്ങൾ ഒരു ദിവസം എത്ര ട്രേഡ് എടുത്തു, ആ ട്രേഡിൽ എന്താണ് സംഭവിച്ചത്, അങ്ങനെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ നോക്കണം. കാരണം പലപ്പോഴും നമ്മൾ ട്രേഡിങ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. നമുക്ക് എന്തിനാണ് നമ്മൾ ഒരു ട്രേഡ് ലോസ് ആയി കഴിഞ്ഞാൽ അടുത്ത ട്രേഡ് എന്തിനാണ് എടുത്തതെന്ന് പോലും നമുക്ക് ആ ഒരു സമയത്ത് മനസ്സിലാക്കാൻ പറ്റില്ല. ഇതൊക്കെ മനസ്സിലാവണമെങ്കിൽ ട്രേഡ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഓരോ ട്രേഡിനും വളരെ ഡീപ്പായിട്ട് അനാലൈസ് ചെയ്യണം. അവിടെയാണ് നമ്മുടെ മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുക. പലരും ട്രേഡ് എടുത്തു, അന്ന് ലോസ് ആണ്, പ്രോഫിറ്റ് ആണ്, ഓക്കെ, അവർ ലാപ്ടോപ്പ് അടച്ചു വെച്ചു, പിന്നെ അടുത്ത ദിവസം വന്നിട്ട് അടുത്ത ട്രേഡ്, അവർ ആ ദിവസം എടുത്ത ട്രേഡ് എന്താണ്, എന്തിനാണ് എടുത്തതെന്ന് പോലും അവർക്കറിയില്ല. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. സോ എല്ലാ ദിവസവും നിങ്ങളുടെ ട്രേഡിംഗ് ടൈം കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ആ ദിവസത്തെ ട്രേഡിനെ ഒന്ന് അനലൈസ് ചെയ്യുക. വളരെ ഡീപ്പായിട്ട് അനലൈസ് ചെയ്യുക. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് എടുത്തത്, എന്തിനു വേണ്ടിയിട്ടാണ് എടുത്തത്, അതൊരു റിവെഞ്ച് ട്രേഡ് ആയിരുന്നു, ഇമ്മീഡിയറ്റ്ലി ഒരു ലോസ് വന്നപ്പോൾ വീണ്ടും എടുത്തതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഓരോ ട്രേഡിനെയും നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് പഠിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ വരുമ്പോൾ ഈ ഒരു മിസ്റ്റേക്കുകൾ ഇല്ലാതെ ഓരോ ദിവസവും നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ എത്രത്തോളം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഓരോ ദിവസവും നിങ്ങൾ ഇതൊന്ന് ചെയ്യുക, ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക.